നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPO 537/2022 WCPO 595/2022 റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ അനാലിസിസ് ചെയ്തതിൻ്റെ ബേസിൽ ഓരോ കാറ്റഗറിയിലും എത്ര ആൾക്കാരുണ്ട്, അതായത് വിവിധ റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അതല്ലാണ്ട് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട എത്ര ആൾക്കാരുണ്ട് എന്നിവയൊക്കെ നമ്മൾ വേർതിരിച്ച് ടേബിളായിട്ട് കണക്കാക്കി ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ ഒരു അനാലിസിസ് ടേബിൾ കൊണ്ടുള്ള നമ്മുടെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം സെയിം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, അതായത് റാങ്ക് ലിസ്റ്റിലുണ്ട്, നമ്മുടെ ചാൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിനായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഇതിനകത്ത് WCP ഉൾപ്പെടെ 8 ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഇത് 8 ബറ്റാലിയനായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ എത്ര പേര് അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ പുറകിൽ ചാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് SAP ബറ്റാലിയൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടേബിളിനകത്ത് നമ്മൾ OC നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഉദ്ദേശിച്ചാണ് ഇട്ടിരിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പം ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ നമ്മൾ കൗണ്ട് എടുക്കുമ്പോഴേക്കും 148 പേരാണ് വന്നിരിക്കുന്നത്. EBT കാറ്റഗറി ഈഴവ ബില്ല തീയ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 51 ഈഴവ കാറ്റഗറിയിൽപ്പെട്ട ആളും ഒരു തീയ കാറ്റഗറിയിൽപ്പെട്ട ആളുമാണ് ഈ SAP ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 72 പേര്. SC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 56 പേര് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 91 പേര്. ST എടുക്കുമ്പോഴേക്കും മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ വന്നിട്ടില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 103 പേരുണ്ട്. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോഴേക്കും 79 പേര് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 90 പേര്. LCAA കാറ്റഗറി, അതായത് ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽപ്പെട്ട് 60 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 32 പേര്. OBC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 57 പേര് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 16 പേരും വന്നിട്ടുണ്ട്. പിന്നെ V കാറ്റഗറി ആശാരി വിശ്വകർമ്മ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരൊക്കെ എടുക്കുമ്പോഴേക്കും 27 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 14 പേര്. SIUC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 49 പേര് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. പിന്നെ SSCC കാറ്റഗറി കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരാൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. ധീവര കാറ്റഗറി D കാറ്റഗറിയൊക്കെ എടുക്കുമ്പോഴേക്കും 9 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരും. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 34 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്. EWS എടുക്കുമ്പോഴേക്കും 223 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 104 പേരുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് SAPയുടെ ഡീറ്റെയിൽസ്. അപ്പം നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ തീരെ കുറവുള്ള ഒരുപാട് കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പം നമ്മളിതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തപ്പം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ചാൻസുള്ള ലിസ്റ്റുകളാണ് വരുന്നതെന്നൊക്കെ നമ്മളിതിന് മുന്നിലൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ലാത്തതും കുറവായിട്ടുള്ള ആളുകളുള്ള ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അടുത്ത നമുക്ക് MSP ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനകത്ത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ 58 പേര് മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ. EBT കാറ്റഗറി എടുക്കുമ്പോഴേക്കും 7 ഈഴവ കാറ്റഗറി, 269 തീയ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ടോട്ടൽ 58 പേര് വന്നിട്ടുണ്ട്. SC കാറ്റഗറി 75 പേര് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 51 പേര്. ST എടുക്കുമ്പോഴേക്കും ഒരാൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 57 പേരുണ്ട്. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോഴേക്കും 181 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 47 പേരും. LC കാറ്റഗറിയൊക്കെ എടുക്കുമ്പോഴേക്കും 3 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 26 പേരും വന്നിട്ടുണ്ട്. OBC കാറ്റഗറി 44 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 14 പേര്. V കാറ്റഗറി എടുക്കുമ്പോഴേക്കും 30 പേര് മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 12 പേര്. SIUC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 2 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരും. SSCC കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരാൾ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരുമാണ് വന്നിരിക്കുന്നത്. D കാറ്റഗറി എടുക്കുമ്പോഴേക്കും 5 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരുമാണ് വന്നിരിക്കുന്നത്. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരാൾ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേരുമാണ് വന്നിരിക്കുന്നത്. EWS എടുക്കുമ്പോഴേക്കും 94 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 31 പേരും. അപ്പം ഇതാണ് MSP ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ്. അടുത്ത നമുക്ക് KP1 ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. KP1-ൽ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ 28 പേര് മാത്രമാണ്. 197 ഈഴവ കാറ്റഗറി, 5 തീയ കാറ്റഗറി മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ടോട്ടൽ 42 പേരാണ് EBT കാറ്റഗറി വന്നിരിക്കുന്നത്. SC എടുക്കുമ്പോഴേക്കും 48 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 25 പേരും. ST എടുക്കുമ്പോൾ ഒരാൾ മാത്രമാണ് മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 പേര്. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോൾ 42 പേരാണ് KP1-ൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 43 പേര്. LC കാറ്റഗറി എടുക്കുമ്പോഴേക്കും വെറും 16 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 15 പേര്. OBC കാറ്റഗറിയിൽ 38 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരും.
ബി കാറ്റഗറി എടുക്കുമ്പോഴേക്കും 21 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരും. SIUC എടുക്കുമ്പോഴേക്കും മെയിൻ ലിസ്റ്റിൽ 8 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേരും. SSCC കാറ്റഗറി എടുക്കുമ്പോഴേക്കും മെയിൻ ലിസ്റ്റിൽ 2 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 പേരും. ഡി കാറ്റഗറി എടുക്കുമ്പോഴേക്കും 45 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേരും മാത്രമാണ് വന്നിരിക്കുന്നത്. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴും 2 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേര്. EWS കാറ്റഗറി എടുക്കുമ്പോഴേക്കും 34 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 25 പേരും. അപ്പോൾ ഇതാണ് KAP-1ൻ്റെ ഡീറ്റെയിൽസ്. അടുത്ത KAP-2 ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിൽ 333 പേരാണ് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 301 ഈഴവ കാറ്റഗറിയും 25 തീയ കാറ്റഗറിയിലും ഉൾപ്പെട്ട ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 42 EBT കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. SC കാറ്റഗറി 114 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 29 പേരും. ST കാറ്റഗറി എടുക്കുമ്പോൾ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 40 പേരാണ് വന്നിരിക്കുന്നത്. 68 പേരാണ് മുസ്ലിം കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 52 പേര്. LC കാറ്റഗറി 14 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 24 പേര്. OBC കാറ്റഗറി 119 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 പേരും. B കാറ്റഗറി 33 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 13 പേരും. SCUC കാറ്റഗറി എടുക്കുമ്പോൾ 5 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 10 പേരുമാണ് വന്നിരിക്കുന്നത്. SSCC കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരാൾ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരുമാണ് വന്നിരിക്കുന്നത്. D കാറ്റഗറി 4 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേരും. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോൾ 3 പേര് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരും. EWS കാറ്റഗറി 78 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരു 29 പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. അടുത്ത KAP-3 ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതിലേക്ക് പോകാം. KAP-3 ബറ്റാലിയനിലെ 70 ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. EBT കാറ്റഗറി എടുക്കുമ്പോഴേക്കും 213 ഈഴവ കാറ്റഗറിയും 255 തീയ കാറ്റഗറിയും KAP-3 വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 42 പേരാണ് EBT കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്നത്. SC എടുക്കുമ്പോഴേക്കും 25 പേര് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 31 പേരും. ST കാറ്റഗറി ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 28 പേരുണ്ട്. മുസ്ലിം കാറ്റഗറി 49 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 36 പേര്. LCA കാറ്റഗറി എടുക്കുമ്പോഴേക്കും 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 17 പേര്. OBC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 28 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. ഈ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 26 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. SIUC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 3 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേര് തന്നെയാണ് വന്നിരിക്കുന്നത്. SSC കാറ്റഗറി എടുക്കുമ്പോൾ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരാൾ വന്നിട്ടുണ്ട്. D കാറ്റഗറിയിൽ 24 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 2 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേരാണ് വന്നിരിക്കുന്നത്. EWS കാറ്റഗറി എടുക്കുമ്പോഴേക്കും 137 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 24 പേര് മാത്രം. KAP-4ൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. KAP-4ൻ്റെ ലിസ്റ്റിൽ 63 ജനറൽ കാറ്റഗറി ഉൾപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. EBT കാറ്റഗറി എടുക്കുമ്പോഴേക്കും 35 ഈഴവ കാറ്റഗറി, 242 തീയ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ 72 പേരാണ് EBT കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 34 പേര് SC കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിൽ വന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 39 പേര്. ST കാറ്റഗറി എടുക്കുമ്പോഴേക്കും ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. KAP-4ൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 20 പേരുണ്ട്. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോഴേക്കും 54 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 41 പേരുമുണ്ട്. LC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 4 പേര് മെയിൻ ലിസ്റ്റിലും 27 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. OBC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 111 പേരാണ് OBC കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ KAP-4ൽ വന്നിരിക്കുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരും. ഈ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 9 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരും. SIUC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 4 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരും. SSCC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 3 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരാൾ. D കാറ്റഗറിയിൽ 5 പേര് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 പേരും. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 4 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരും. EWS കാറ്റഗറി എടുക്കുമ്പോൾ 117 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 24 പേരുമാണ് വന്നിരിക്കുന്നത്. അടുത്തത് KAP-5ൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ നമ്മൾ ഏകദേശം യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് കുറച്ച് പോയിൻ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ റിസർവേഷൻ്റെ ആ ഒരു ചാർട്ട് പ്രകാരം 1%, 2%, 3% റിസർവേഷൻ ഉള്ള ആൾക്കാരിൽ വളരെ കുറവ് മാത്രം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ആ ഒരു ഇത് മാത്രമാണ് നമ്മൾ ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് മനസ്സിലാവും. ഏകദേശം 100 വേക്കൻസി വന്നാൽ തന്നെ ഈ മെയിൻ ലിസ്റ്റിലുള്ള ഈ ഒരു ചാൻസ് ഉള്ള കാറ്റഗറിയിലുള്ള മൊത്തം ആൾക്കാരും തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ ചാൻസ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കളർ അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത KAP-5ൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
KP5 റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോഴേക്കും 46 ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 51 EWA കാറ്റഗറിയും ഒരു TIA കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ 41 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ EBT കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്നത്. SC എടുക്കുമ്പോഴേക്കും 51 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 29 പേരും വന്നു. ST കാറ്റഗറി എടുക്കുമ്പോൾ വെറും 2 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 പേരും. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോൾ 46 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും 33 പേരും വന്നിട്ടുണ്ട്. LC കാറ്റഗറി 15 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 12 പേരും വന്നിട്ടുണ്ട്. OBC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 22 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും 3 പേരും വന്നിട്ടുണ്ട്. V കാറ്റഗറി എടുക്കുമ്പോഴേക്കും 19 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരും വന്നിട്ടുണ്ട്. SCUC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 8 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 പേരുമാണ് വന്നിരിക്കുന്നത്. SSCC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 7 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേര്. D കാറ്റഗറി എടുക്കുമ്പോഴേക്കും 13 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേരുമാണ് വന്നിരിക്കുന്നത്. ഹിന്ദു നാടാർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും 3 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും 3 പേരുമാണ് വന്നിരിക്കുന്നത്. EWS കാറ്റഗറി എടുക്കുമ്പോഴേക്കും 91 പേര് മെയിൻ ലിസ്റ്റിലും 16 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് KP5 ഡീറ്റെയിൽസ്. അടുത്തത് WCPOൻ്റെ ഡീറ്റെയിൽസാണ്. അതിനകത്ത് 59 പേരാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്നത്. 185 EWA കാറ്റഗറിയും 127 TIA കാറ്റഗറിയിലും പെട്ട ആൾക്കാർ റാങ്ക് ലിസ്റ്റിലുണ്ട്. ടോട്ടൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 58 പേരാണ് EBT കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്നത്. SC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 43 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 46 പേരുണ്ട്. ST കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 35 പേരോളം വന്നിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോഴേക്കും 33 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 50 പേരും വന്നിട്ടുണ്ട്. അപ്പം LC കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഏകദേശം 12 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 21 പേരും വന്നിട്ടുണ്ട്. OBC കാറ്റഗറി എടുക്കുമ്പോഴേക്കും 63 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 16 പേരും വന്നിട്ടുണ്ട്. V കാറ്റഗറി എടുക്കുമ്പോഴേക്കും 23 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 15 പേരും വന്നിട്ടുണ്ട്. SCUC കാറ്റഗറിയിൽ 11 പേര് മെയിൻ ലിസ്റ്റിലും 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. SSCC കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേര് വന്നിട്ടുണ്ട്. D കാറ്റഗറി എടുക്കുമ്പോഴേക്കും 5 പേര് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരും വന്നിട്ടുണ്ട്. ഹിന്ദു നാടാർ കാറ്റഗറിയിൽ 9 പേര് മെയിൻ ലിസ്റ്റിലും 9 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. EWS കാറ്റഗറി എടുക്കുമ്പോഴേക്കും 104 പേര് മെയിൻ ലിസ്റ്റിലും 29 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ WCPയുടെ കേസൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏകദേശം ഒരു 250-300 വേക്കൻസി, കഴിഞ്ഞ പ്രാവശ്യം 700 അടുപ്പിച്ചൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൻ്റെ പകുതി വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു മെയിൻ ലിസ്റ്റിലൊക്കെ ആൾ കുറഞ്ഞ് ഇത്രയും കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫുള്ളും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ 8 ബറ്റാലിയൻ WCP ഉൾപ്പെടെ 8 ബറ്റാലിയൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരിൽ എത്രത്തോളം ആൾക്കാർ റിസർവേഷൻ ഉള്ളവരാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട്, ടോട്ടൽ ആ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും കൂടെ കൂട്ടുമ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിവ അടങ്ങുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ SIP എടുക്കാം. SIP എടുക്കുമ്പോഴേക്കും 895 പേരാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് 747 പേർക്ക് റിസർവേഷനുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എടുക്കുമ്പോഴേക്കും 548 പേരാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ടോട്ടൽ ആ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം SIPയിൽ തന്നെ എടുക്കുമ്പോൾ 1443 വന്നിരിക്കുന്നത്. MSP എടുക്കുമ്പോഴേക്കും 741 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് 653 പേർക്കും റിസർവേഷനുണ്ട്. 320 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 1061. KP1 എടുക്കുമ്പോഴേക്കും 487 പേരാണ് ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് 459 പേർക്കും റിസർവേഷൻ ഉള്ളവരാണ്. 197 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ടും. അങ്ങനെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൻ്റെ കൗണ്ട് എടുക്കുമ്പോഴേക്കും ആൾക്കാരുടെ എണ്ണം 684. KP2 എടുക്കുമ്പോഴേക്കും 827 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ 494 പേർക്കും റിസർവേഷനുണ്ട്. 265 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട്. ടോട്ടൽ കൗണ്ട് എടുക്കുമ്പോഴേക്കും 1092 പേരാണ് KP2 വന്നിരിക്കുന്നത്. KP3 എടുക്കുമ്പോഴേക്കും 596 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 526 പേർക്കും റിസർവേഷൻ ഉള്ളവരാണ്. 205 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 801. KP4 എടുക്കുമ്പോഴേക്കും 685 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 622 പേര് റിസർവേഷൻ ഉള്ളവരാണ്. അതിൽ 223 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരാണ്. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുക്കുമ്പോഴേക്കും 908. KP5 എടുക്കുമ്പോഴേക്കും 494 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ 448 പേർക്കും റിസർവേഷൻ ഉള്ളവരാണ്. 166 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ കൗണ്ട് എടുക്കുമ്പോഴേക്കും 660.
WCP എടുക്കുമ്പോഴേക്ക് 674 പേരാണ് ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ 615 പേർക്കും റിസർവേഷൻ ഉള്ളവരാണ്. 335 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുക്കുമ്പോഴേക്കും 1009. അങ്ങനെ ടോട്ടൽ നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ബറ്റാലിയനായിട്ട് 8 ബറ്റാലിയനായിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുന്നവരുടെ കൗണ്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5399 പേരാണ്. അപ്പം ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റിൽ ഈ 8 ബറ്റാലിയനായിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ടോട്ടൽ എത്ര പേര് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് കണക്ക് നോക്കുമ്പോഴേക്കും 2259 പേര്. 8 ബറ്റാലിയനോട് കൂട്ടുമ്പോൾ 2259 പേരാണ് ടോട്ടൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. പിന്നെ ടോട്ടൽ ഇതിൽ റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു കണക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേക്കും 4594 പേരാണ് റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കൗണ്ട് നമ്മൾ നോക്കുമ്പോഴേക്കും ഏകദേശം 6759 ആണ് നമുക്ക് വന്നിരിക്കുന്ന കണക്ക്. ഈ 8 ബറ്റാലിയനായിട്ട് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൗണ്ടാണ് ഈ പറയുന്ന 6758 പേര്. അപ്പം ഈ ഒരു ജസ്റ്റ് കണക്ക് നമ്മൾ അവതരിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 530/2019 വിവിധ കണക്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടവർക്കൊക്കെ എളുപ്പമായിട്ടെന്ന് വിചാരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റാങ്ക് ലിസ്റ്റിനെ പറ്റി ഒരു യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നിയമനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വെട്ടിക്കുറച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ചാൻസ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടേബിൾ കൊണ്ട് സാധിക്കും. അപ്പം നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ടാകട്ടെ, കൂടുതൽ നിയമനങ്ങൾ നടക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ചേർന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ നമ്മൾ ഈ ഒരു CPO എന്നുള്ളൊരു പോസ്റ്റ് മാത്രം നോക്കിയിരിക്കാതെ മറ്റ് വരുന്ന എക്സാമുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നല്ല റാങ്കുകൾ വാങ്ങിച്ച് മറ്റുള്ള ജോലികളിലും നേടാനുള്ളൊരു ശ്രമം നടത്തുക. നമ്മൾ ഒന്ന് തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ ഒരു എന്താ പറയുക നിലപാടും PSCയുടെ ഓരോരോ നിലപാടുമൊക്കെ കണ്ട് നമ്മൾ മനസ്സുമെടുത്ത് ഇത് തന്നെ പ്രതീക്ഷിച്ചിരിക്കാണ്ട് നമ്മൾ മറ്റുള്ള ജോബിലൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റുള്ള എക്സാമുകൾ നല്ല രീതിയിൽ പഠിച്ചാൽ ആ റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയർന്ന റാങ്ക് വാങ്ങാനും മുന്നോട്ട് വരുവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു അഡ്വൈസ് വരുന്നത് വരെ മാക്സിമം നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാണ്ട് നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഇടം പിടിച്ചു എന്ന് പറഞ്ഞ് നമ്മളത് തന്നെ പ്രതീക്ഷിച്ചിരിക്കരുത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു ഇതാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്കെല്ലാം വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര റാങ്ക് ഉണ്ട്, ചാൻസുകളുണ്ടോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാമോ, എത്ര വേക്കൻസി വരും. അപ്പോൾ ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല. അപ്പം എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴി നടക്കണമെന്നുമില്ല. അപ്പം നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിച്ചിരിക്കാണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള എക്സാമുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കണമെന്നുള്ളൊരു ചെറിയൊരു ഉപദേശം നമുക്ക് തരാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എഫോർട്ട് എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.